ശശികുമാർ സർ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ആരാണെന്ന് നമ്മൾക്കറിയാം. ശ്രീ ശശികുമാർ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമായ തൃശൂർ ജില്ലയിൽ ജനനം. ചെന്നൈയിലും മുംബൈയിലും കൽക്കട്ടയിലുമായി വിദ്യാഭ്യാസം. മാധ്യമ പ്രവർത്തകൻ, ചലച്ചിത്രകാരൻ, അഭിനേതാവ്, പത്രപ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രശസ്തൻ. തികഞ്ഞ സംഗീതാസ്വാദകൻ. ചെന്നൈയിലും ഡൽഹിയിലും ദൂരദർശന്റെ വാർത്താവതാരകന നിർമ്മാതാവുമായി TV-യിലേക്കുള്ള രംഗപ്രവേശം. PTIക്ക് സ്വന്തമായ ഒരു സ്വകാര്യ ചാനൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന ഒരു ചിന്തയിൽ നിന്ന് ഏഷ്യാനെറ്റിന്റെ പിറവി. പ്രപ്പോസൽ PTI അംഗീകരിക്കാതെ വന്നപ്പോൾ സ്വന്തമായ ഒരു ചാനൽ തൻ്റെ അമ്മാവനായ ഡോക്ടർ റജി മേനോനുമായി തുടങ്ങിയ വ്യക്തി. ഇടതുപക്ഷ ചിന്താഗതി പുലർത്തുന്ന ഇദ്ദേഹത്തിന്റെ നിലപാടുകളും വളരെ ഉറച്ചതാണ്. പക്ഷപാതിത്വങ്ങൾ മറച്ചുവെക്കാതെയുള്ള പത്രപ്രവർത്തനം അദ്ദേഹം തുടരുന്നു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിൽ അത് നമുക്ക് ദർശിക്കാൻ കഴിയും. NS മാധവന്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരം ഹിന്ദിയിൽ ചെയ്ത് വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഒരുപാട് നിരൂപകരുടെ പ്രശംസ പിടിച്ചുപറ്റിയ സിനിമ കായാ തരൺ. ഇദ്ദേഹത്തിന്റെ സിനിമകൾ: ഇനിയും മരിച്ചിട്ടില്ലാത്ത ഭൂമി, കായാ തരൺ, ലൗഡ് സ്പീക്കർ, ബാല്യകാല സഖി, ലവ് 24x7, എന്നു നിന്റെ മൊയ്തൻ. അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ: അരവിന്ദൻ അവാർഡ്, ബെസ്റ്റ് ഡിബേറ്റ് ഫിലിം മേക്കർ ഫോർ കായാ തരൺ, സ്വദേശാഭിമാനി പുരസ്കാരം, കേരള സർക്കാരിന്റെ പരമോന്നത മാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2021 ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരിക്കൽ കൂടി സ്വാഗതം സർ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ രാജേന്ദ്ര ബാബു, ഇന്നത്തെ അവാർഡ് സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന വളരെ പ്രഗത്ഭനായ പല രംഗങ്ങളിലും തിളഞ്ഞു നിൽക്കുന്ന ശ്രീ MS ഫൈസൽ ഖാൻ, വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ, പല രംഗങ്ങളിലും പ്രഗത്ഭരായ വിശിഷ്ട അതിഥികളും വേദിയിലുള്ള അതിഥികളും, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് ഇന്നത്തെ അവാർഡ് ജേതാവിന് നൽകാൻ എന്നെ തിരഞ്ഞെടുത്തതിൽ. അത് തന്നെ ഒരു അവാർഡായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഈ അവാർഡ് സ്മരിക്കുന്ന രാമുണ്ണി മേനോനെ ഞാൻ അറിയാമായിരുന്നു. എന്നാൽ ഇവിടെയുള്ള പലരെ പോലെ അങ്ങനെ അടുത്തറിയില്ല. ദൂരെ നിന്നാണെങ്കിലും അദ്ദേഹത്തെ വളരെ ആദരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. രാമുണ്ണി മേനോൻ നമ്മൾ സ്മരിക്കുകയും അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒരുമിച്ച് വേണമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം ഹി വാസ് എ ഓർഗനൈസർ, ഹി വാസ് ഒരു സർവോപകാരി, എ ഗ്രേറ്റ് ഓർഗനൈസർ, എ ഗ്രേറ്റ് ഫ്രണ്ട്, എ മാൻ ഓഫ് ദ മൊമെന്റ് എന്നൊക്കെ പറയില്ലേ. അതൊരു നേതൃത്വം അല്ലെങ്കിൽ അത് പ്രൗഢമായ ഒരു ഹെറിറ്റേജോ പണശക്തിയോ ധനശക്തിയോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവ്, ആ വ്യക്തിത്വമാണ് തിളഞ്ഞു നിന്നിരുന്നത്. അത് നിങ്ങളെപ്പോലെ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ പിള്ള എന്നെ വിളിച്ചത് ഈ ചടങ്ങിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ഇന്ന് അവാർഡ് വിന്നറിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ അത് ഏൽക്കുകയാണ് ചെയ്തത്. എനിക്ക് 2 കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. രാമുണ്ണി മേനോനെ പറ്റി ശ്രീ പിള്ളയും ഡോക്ടർ രാജേന്ദ്ര ബാബുവും വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിച്ചിട്ടുണ്ട്. വാട്ട് ഹി വാസ്, അദ്ദേഹത്തിൻ്റെ എസെൻസ് ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു അവാർഡ് അതേ രീതിയിലൊരു വ്യക്തിത്വമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണ്.
അതിന് നമ്മൾ പത്മ അവാർഡിന് പോലും താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇത് വേറൊരു അവാർഡാണ്, ഇത് വ്യക്തിത്വമുള്ളൊരു അവാർഡാണ്. ഇങ്ങനെയൊരു അവാർഡ് അതിൻ്റെതായ ഭംഗിയും അതിൻ്റെതായ ഇമ്പോർട്ടൻസും പ്രാധാന്യവും ഉണ്ട്. പത്മ അവാർഡിന് അതിൻ്റെതായതുമുണ്ട്. അതിലൊരു ഹൈറാർക്കി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അവാർഡുകൾ ഒരുപാട് പ്രൊലിഫറേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതിൽ ചിലതൊക്കെ തിളങ്ങി നിൽക്കും. ഒരിക്കലും മങ്ങാൻ പോകാത്തൊരു അവാർഡാണ് രാമുണ്ണി മേനോൻ്റെ സ്മരണയിലുള്ളൊരു അവാർഡ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അവാർഡിൻ്റെ ജേതാവ് ശ്രീ ഫൈസൽ ഖാനിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. രണ്ടാമത്, രാമുണ്ണി മേനോൻ ഒരു മാതൃകാ പുരുഷനാവാൻ എൻ്റെ മനസ്സിൽ കാരണം, നമ്മൾ സാധാരണ രീതിയിൽ ഒരു സംസ്കാര വേദിയിൽ അല്ലെങ്കിൽ സംസ്കാര ഫീൽഡിൽ ഗാംഭീര്യം നിറഞ്ഞ കാര്യങ്ങളെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇപ്പം മാർക്സിസ്റ്റ് ഫിലോസഫിയിൽ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അടിത്തറ, മേൽക്കെട്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ബേസാണ് എല്ലാം. ഇക്കണോമിക് ഇഷ്യൂസ് ബേസാണ്. സംസ്കാരം, ലോ, ഗവൺമെന്റ് അതൊക്കെയാണ് മേൽക്കൂര എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ അതിനെതിരായിട്ട് ഇപ്പോൾ മാർക്സിസത്തിൽ തന്നെ ഒരു ചിന്ത വന്നിട്ടുണ്ട്. അടിത്തറയുടെ ഭാഗം തന്നെയാണ് സംസ്കാരം. സാംസ്കാരിക സാമൂഹിക പ്രവർത്തനം അടിത്തറയുടെ ഒരു ഭാഗം തന്നെയാണ്. അതിൻ്റെ ഇക്കണോമിക് ആസ്പെക്റ്റിൽ നിന്നും വേർപിരിക്കേണ്ട കാര്യമില്ല, പാടില്ല എന്നുള്ളൊരു അതുകൊണ്ട് തന്നെ സാധാരണയുള്ള കാര്യങ്ങൾ, സാധാരണക്കാർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, വാട്ട് ഈസ് ഓർഡിനറി, വാട്ട് ഈസ് എവറി ഡേ, ദാറ്റ് ഈസ് കൾച്ചർ. ദി ഓർഡിനറി, ദി എവറി ഡേ ഇസ് എ കൾച്ചർ എന്ന് റെയ്മണ്ട് വില്യംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോട്ട് വാട്ട് ഈസ് സെലിബ്രേറ്റഡ്, നോട്ട് ദ ക്ലാസിക്കൽ, അതൊന്നും കൾച്ചറലാണെന്നല്ല. അതിലൊക്കെ ഉപരിയാണ് ദി ഓർഡിനറി ആൻഡ് ദി എവറി ഡേ. ആ ഓർഡിനറിനെസ്, ദാറ്റ് എവറിഡേനെസ്, ദൈനംദിന കാര്യങ്ങളെപ്പറ്റി ആ പ്രവർത്തനമാണ് എല്ലാത്തിലും ഉപരിയായ പ്രവർത്തനം എന്നുള്ളതാണ് രാമുണ്ണി മേനോന്റെ പ്രത്യേകതയും അദ്ദേഹം നമുക്കൊരു മാതൃകയായി നിൽക്കാനുള്ള കാരണവും എന്നെനിക്ക് പ്രത്യേകം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ അവാർഡ് ഇത് ഈ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തന്നെ വലിയ ഒരു കാര്യമാണ്. അത് ഇപ്പോൾ എട്ടാമത്തെ കൊല്ലമാണെന്ന് തോന്നുന്നു. അത് എല്ലാ കൊല്ലവും വളരെ പ്രഗത്ഭരായവരെ കണ്ടുപിടിച്ച് അത് അവർക്ക് കൊടുക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ദക്ഷിണയ്ക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഒന്നും കൂടി നിങ്ങളോടൊപ്പം രാമുണ്ണി മേനോനെ ഇവിടെ സ്മരിക്കാനും അദ്ദേഹത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഇന്നത്തെ അവാർഡ് ജേതാവിന് അവാർഡ് കൊടുക്കാൻ എന്നെ ക്ഷണിച്ചതിനും വളരെ അധികം നന്ദി. നമസ്കാരം. താങ്ക് യു സർ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ മൈക്കിനെ മയപ്പെടുത്തുന്ന ആ ഒരു ചിത്രം തന്നെയാവട്ടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷം, സ്നേഹം.